നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC സംസ്ഥാന സമര പ്രചാരണ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. KSRTCയിലെ പ്രശ്നങ്ങൾക്ക് കാരണം താക്കോൽ സ്ഥാനത്തിരിക്കുന്നവരെന്ന് TP രാമകൃഷ്ണൻ. കാസർഗോഡ് നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ബഹളവും ഉന്തും തള്ളും. മുൻവർഷത്തെ പദ്ധതികൾ പോലും സമയബന്ധിതമായി നടപ്പാക്കാത്തതിലായിരുന്നു പ്രതിഷേധം. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. രണ്ടാം ഘട്ട സമര പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 20-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. KSTU സംസ്ഥാന സമ്മേളനം 19 മുതൽ 3 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാസർഗോഡ് തെക്കിലെ ടാറ്റ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന് ഭരണാനുമതി. ടെൻഡർ നടപടികൾ പൂർത്തിയായാലുടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള ഉടമയുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു. മത്സ്യവുമായി എത്തിയ മിനി ലോറി തിരിച്ചയച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC സംസ്ഥാന സമര പ്രചാരണ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ പ്രശ്നങ്ങൾക്ക് കാരണം താക്കോൽ സ്ഥാനത്തിരിക്കുന്നവർ എന്ന് TP രാമകൃഷ്ണൻ. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC സംഘടിപ്പിക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് KSRTC ഡിപ്പോയിൽ തുടക്കമായി. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ പ്രതിസന്ധികൾക്ക് കാരണം താക്കോൽ സ്ഥാനത്തിരിക്കുന്നവരുടെ നിലപാടുകളെന്ന് LDF കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിസന്ധികൾ സർക്കാർ, മാനേജ്മെന്റ് എന്നിവർക്കു മുന്നിൽ ചൂണ്ടിക്കാണിച്ചാലും പലപ്പോഴും ബധിരകർണങ്ങളിൽ പതിക്കുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനകത്ത് ഈ വ്യവസായത്തിന്റെ നിലയും തൊഴിലാളികളുടെ താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കാതെ ഏതാനും ചില ഉദ്യോഗസ്ഥർ അവർ ഈ സ്ഥാപനത്തിന്റെ പലപ്പോഴും കീ പോസ്റ്റിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് അവർ. അവരുടെ നിലപാടുകൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഈ വ്യവസായത്തിൽ സൃഷ്ടിക്കുന്നു. അത്തരം വിഷയങ്ങൾ സർക്കാരിന്റെ മുമ്പിലും മാനേജ്മെന്റിന് മുമ്പിലും ചൂണ്ടിക്കാണിച്ചാൽ പലപ്പോഴും അത് ബധിരകർണങ്ങളിൽ പതിക്കുന്നത് പോലെയാണ്. അതാണ് അപകടം. ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഈ പുഴുക്കുത്തുകൾ മനസ്സിലാക്കി ഈ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി എല്ലാവരെയും കോർത്തിണക്കാൻ കഴിയണം. അത് കഴിയാത്തതാണ് ഈ വ്യവസായം നേരിടുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറിയുമായ ഹണി ബാലചന്ദ്രന് TP രാമകൃഷ്ണൻ പതാക കൈമാറി. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി R ഹരിദാസ്, PA ജോജോ, മോഹൻകുമാർ പാടി, M സന്തോഷ്, P മണിമോഹൻ, കാറ്റാടി കുമാരൻ, തമ്പാൻ നായർ, P ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSTU സംസ്ഥാന സമ്മേളനം 19 മുതൽ 3 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19-ന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുല്ല പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. 4 മണിക്ക് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സപ്ലിമെൻ്ററി പ്രകാശനം, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, ചരിത്ര സെമിനാർ, സംഗീതരാവ്, പൊതുസമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, സൗഹൃദ സമ്മേളനം, വാർഷിക കൗൺസിൽ എന്നിവ 3 ദിവസങ്ങളിലായുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കും. 20-ന് കാസർഗോഡ് നഗരത്തിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന അധ്യാപക റാലി നടക്കും. പൊതുവിദ്യാലയങ്ങളുടെ മേന്മകൾ തകർക്കുന്ന നയപരിപാടികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുമ്പോൾ തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയവുമായാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേന്മകൾ തിരിച്ചുപിടിക്കുവാനുതകുന്ന നിരവധി ചർച്ചകളും സംവാദങ്ങളും സമ്മേളനത്തിലുണ്ടാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.
ഒന്ന്, പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളെ ഏറ്റവും അവസാനം നിൽക്കുന്ന പാഠ്യപദ്ധതിയേക്കാളേറെ നിലവിലുള്ള പാഠ്യപദ്ധതിക്കുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അധ്യാപക സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കർത്തവ്യമാണ്. അതിനാവശ്യമായ ഒരു ചർച്ച ഈ സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. അത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിലെ സ്കൂളുകളെ ഉച്ചഭക്ഷണ വിതരണം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയൊരു ക്രൈസിസ് ഇപ്പോഴുണ്ട്. കാലങ്ങളായി, മാസങ്ങളായി ഈ ഫണ്ട് ഡ്യൂ ആയതുകൊണ്ട് തന്നെ ഹെഡ് മാസ്റ്റർമാരും PTA അധ്യാപകരും വലിയ ബുദ്ധിമുട്ടിലാണ്. അതിനുള്ള പരിഹാരങ്ങളും അതിന് തുടർച്ചയായ പ്രക്ഷോഭങ്ങളും ഈ സമ്മേളനം. KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുല്ല, സെക്രട്ടറി PK അസീസ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, സംഘാടക സമിതി കൺവീനർ AC അത്താവുല്ല, KSTU സെക്രട്ടേറിയറ്റ് മെമ്പർ TKP അബ്ദുൽ റഹൂഫ്, ജില്ലാ പ്രസിഡന്റ് ഗഫൂർ ദേലി, മീഡിയ കമ്മിറ്റി കൺവീനർ സിറാജ് കാസിലൻ, സമീർ തെക്കിൽ, യാസർ അറാഫത്ത്, ഷാഹിന KM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ബഹളവും ഉന്തും തള്ളും. മുൻവർഷത്തെ പദ്ധതികൾ പോലും സമയബന്ധിതമായി നടപ്പാക്കാതെ തുക ലാപ്സ് ആക്കുന്നതിലായിരുന്നു പ്രതിഷേധം. കാസർഗോഡ് നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷമായ BJP കൗൺസിലർമാർ. മുൻവർഷത്തെ പദ്ധതികൾ പോലും സമയബന്ധിതമായി നടപ്പാക്കാതെ തുക ലാപ്സ് ആക്കുന്നതിലായിരുന്നു പ്രതിഷേധം. പാർലമെന്റ് ഓഫീസർമാർ കഴിഞ്ഞ 24-25 കാലഘട്ടത്തിലെ വർക്കുകൾ പൂർത്തീകരിക്കുന്ന സംവിധാനം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 യോഗം തുടങ്ങിയത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായാണ് യോഗം ചേർന്നത്. സെക്രട്ടറി ഉൾപ്പെടെ നഗരസഭാ ജീവനക്കാരും യോഗത്തിനെത്തി. കൗൺസിലർമാരടക്കം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതത് മേഖലയിൽ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. ഈ സമയമാണ് മുഴുവൻ BJP അംഗങ്ങളും മുദ്രാവാക്യം വിളികളുമായി നഗരസഭാ അധ്യക്ഷന് മുന്നിൽ കുത്തിയിരുന്നത്. യോഗം അവസാനിക്കുന്ന ഘട്ടമാകുമ്പോഴേക്കും പ്രതിഷേധക്കാരിൽ ഒരാൾ മൈക്കെടുത്ത് മുദ്രാവാക്യം വിളിച്ചതോടെ യോഗ ഹാളിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനിടെ വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. BJP കൗൺസിലർമാർ മുദ്രാവാക്യം വിളികളുമായി നഗരസഭാധ്യക്ഷൻ അടുത്തെത്തിയപ്പോൾ ലീഗ് കൗൺസിലർമാരും മുദ്രാവാക്യം വിളിച്ചു. ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ആദ്യം ആരും വഴങ്ങിയില്ല. അതിനിടയിൽ യോഗം പൂർത്തിയായി പദ്ധതികൾ വായിക്കാൻ തുടങ്ങിയതോടെ BJP കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് യോഗ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭീമമായ തുകയാണ്. 23 കോടി രൂപയാണ് നഷ്ടം വന്നിട്ടുള്ളത്, ലാപ്സായി പോയിട്ടുള്ളത്, പാഴായി പോയിട്ടുണ്ട്.
23 കോടി എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ വീതമുള്ള ചെറിയ 460 പദ്ധതികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 460 പദ്ധതികൾ 2, 3, 4 വർഷം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഈ നഗരസഭ എന്താ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. അതിനെതിരെയായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പ്രഹസനമാക്കുന്നു. അഴിമതി നടത്തുകയിൽ മാത്രമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ ഭരണക്കാരുടെ ലക്ഷ്യം. വിവിധ രീതിയിൽ പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിക്കുകയാണ്, രേഖകൾ തിരുത്തുന്നു, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തരത്തിൽ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് നേതാവിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ രേഖകൾ തിരുത്തുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി രേഖകൾ തിരുത്തി ഭീമമായ തുക കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ഭരണക്കാരുടെ അറിവോടുകൂടി ഭരണക്കാർ ഉൾപ്പെടെയുള്ളവർ കൈക്കൂലിക്കാരായിട്ട് മാറുകയാണ്. ഒരു ഭാഗത്ത് വികസനമില്ല, മറുഭാഗത്ത് അഴിമതി. ഈ പൊറുതിമുട്ടിയ ഈ അവസരത്തിലാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. മുദ്രാവാക്യം വിളികൾക്കും ബഹളത്തിനുമിടെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്ന് പദ്ധതി രൂപവൽക്കരണം നടത്തിയ ശേഷം യോഗം അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ KBRAയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കാസർഗോഡ് MLA NE നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ട സമര പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 20-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക, രാജേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, DA പുനഃസ്ഥാപിക്കുക, കമ്മീഷൻ ശുപാർശ ചെയ്ത വർധന ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. കാസർഗോഡ് MLA NE നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ ധർണയിൽ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഘടനാ പ്രതിനിധികളുമായി ആലോചിച്ച് അത് നടപ്പിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ പെൻഷൻ ബാധ്യത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കേരള ബാങ്ക് ഏറ്റെടുക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ DA വർധനവ് 2% മാത്രമേ റിപ്പോർട്ടിൽ പറയുന്നുള്ളൂ. അത് പോരാ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പെൻഷൻ പറ്റിയ ആളുകളായാലും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളായാലും DA വർധന അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിത ചെലവ് എന്ന് പറയുന്നത് പാർപ്പിട സൗകര്യം മാത്രമല്ല. ഇന്നത്തെ കാലത്ത് ജീവിത ചെലവ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് മാത്രമല്ല. ഇന്നത്തെ കാലത്ത് ജീവിത ചെലവ് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജീവിത ചെലവ് എന്ന് പറയുന്നത് ചികിത്സാ ചെലവാണ്. KBRA ജില്ലാ പ്രസിഡന്റ് K. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. പ്രകാശ് റാവു, INTUC പ്രതിനിധി ഷാഹുൽ ഹമീദ്, AITUC ജില്ലാ സെക്രട്ടറി V. രാജൻ, കേരള NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M. ശ്രീനിവാസൻ, കോപ്പറേറ്റീവ് ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം PK പ്രകാശ് കുമാർ, M. പത്മാക്ഷൻ, MK മാധവൻ നായർ, P. കുഞ്ഞികൃഷ്ണൻ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി M. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TV മോഹനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സതീശൻ കരിങ്ങാട്ട് നന്ദിയും പറഞ്ഞു. 2ാം ഘട്ട സമരപരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 20-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബസ്സിൽ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. ചെർക്കള പൂവൽ മസ്തിക്കുണ്ട് സ്വദേശി മുബീന മൻസിലിൽ MP അബൂബക്കർ സിദ്ദീഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് പ്രിയ K ശിക്ഷിച്ചത്. കർണാടക KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. ചെർക്കള പൂവൽ മാസ്തിക്കുണ്ട് സ്വദേശിയായ MP അബൂബക്കർ സിദ്ദിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് പ്രിയ K ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം കഠിന തടവും അനുഭവിക്കണം. 2019 ആഗസ്റ്റ് 19-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മംഗളൂരുവിൽ നിന്നും KSRTC ബസ്സിൽ കേരളത്തിലേക്ക് വരുന്നതിനിടെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. വാഹന പരിശോധന നടത്തിയപ്പോൾ 1.5 കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്നും എക്സൈസ് കണ്ടെടുത്തു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ SP മുരളീധരനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്നത്തെ കുമ്പള എക്സൈസ് ഇൻസ്പെക്ടറും ഇപ്പോഴത്തെ കാസർഗോഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുമായ ജോയ് ജോസഫാണ് കേസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ G, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് തെക്കിലെ ടാറ്റ ആശുപത്രിയിൽ 50 കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന് ഭരണാനുമതി. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമാകുന്നത് കാസർഗോഡിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കും. കാസർഗോഡ് തെക്കിലിലെ ടാറ്റ ആശുപത്രിയിൽ 50 കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA അറിയിച്ചു. ഈ പദ്ധതിക്കായി 23.75 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. HLL സമർപ്പിച്ച DPR പരിശോധിച്ച ശേഷം 20.75 കോടി രൂപയുടെ ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ നിർമ്മാണത്തിനാണ് ഭരണാനുമതി നൽകിയത്. സർക്കാർ സാങ്കേതിക അനുമതി കമ്മിറ്റി പ്രവർത്തിക്ക് സാങ്കേതിക അനുമതി നൽകിയാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. പുതിയ ബ്ലോക്ക് വരുന്നതോടെ കാസർഗോഡിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് അത് വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPSTA കാസർഗോഡ് ജില്ലാ സമ്മേളനം 18-19 തീയതികളിലായി പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടക്കും. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുതകുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയ രീതിയിലുള്ള നീതി നിഷേധത്തിനും ആനുകൂല്യ നഷ്ടങ്ങൾക്കും അധ്യാപകർ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനും അധ്യാപക സമൂഹത്തിന്റെ മനോവീര്യം വീണ്ടെടുക്കുന്നതിനുമായാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 18-ന് രാവിലെ 10 മണിക്ക് റവന്യൂ ജില്ലാ കൗൺസിൽ യോഗവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും. സംസ്ഥാന പ്രസിഡന്റ് K. രമേശൻ ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് സർഗലയം അധ്യാപക കലാപരിപാടികൾ നടക്കും. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പതാക ഉയർത്തും. തുടർന്ന് റവന്യൂ ജില്ലാ കൾച്ചറൽ ഫോറം നടത്തുന്ന സ്വാഗത ഗാനത്തോടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ ഖാദർ മാങ്ങാട് ക്ലാസ് എടുക്കും. ഉച്ചകഴിഞ്ഞ് സമാപന സമ്മേളനം നടക്കും. ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും പ്രതിഭ തെളിയിച്ച അധ്യാപകരെ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N. നന്ദികേശൻ ആദരിക്കും. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സമ്മേളനം സമാപിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് K. സുഗതൻ, ജില്ലാ സെക്രട്ടറി PT ബെന്നി, സംസ്ഥാന സമിതി അംഗം അശോകൻ കോടോത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ A. ജയദേവൻ, K. ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള ഉടമയുടെ നീക്കം നാട്ടുകാരായ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു. ആവോലി ഉൾപ്പെടെയുള്ള 1 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവുമായി എത്തിയ മിനി ലോറി തിരിച്ചയച്ചു. ബീരിച്ചേരി പ്രദേശത്ത് മലിനീകരണ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന പരാതിയിൽ നാട്ടുകാർ ഇടപെട്ട് 4 മാസം മുമ്പ് അടപ്പിച്ച വിപണന കേന്ദ്രം ഹൈക്കോടതി അനുമതിയിൽ തുറക്കാനുള്ള ഉടമയുടെ നീക്കത്തെ വ്യാഴാഴ്ച രാവിലെ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാരായ ഒരു കൂട്ടം ആളുകളെത്തി തടയുകയായിരുന്നു. വിവരമറിഞ്ഞ് ചന്തേര SI KP സതീശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അനുനയമുണ്ടാക്കിയതോടെ സംഘർഷാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മത്സ്യവിപണന കേന്ദ്രം ഉടമകളും തൊഴിലാളി നേതാക്കളും ചേർന്ന് തൃക്കരിപ്പൂരിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും പിറ്റേന്ന് ബീരിച്ചേരിയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികൾ വിശദീകരണവുമായി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ മത്സ്യവിപണന കേന്ദ്രം തുറക്കാനുള്ള നീക്കമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അതേസമയം പ്രശ്ന പരിഹാര ശ്രമവുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പഞ്ചായത്ത് ചേംബറിൽ യോഗം വിളിച്ചു ചേർത്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ക്ലാസ് നടന്നത്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ RTO CV പ്രവീൺ, MVIP ശ്രീനിവാസ് എന്നിവർ ക്ലാസ് എടുത്തു. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളുണ്ട്, വളരെ ലഘുവായ പല കാര്യങ്ങളുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങളായ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് ധരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇനിയും ബോധവൽക്കരിക്കപ്പെടാത്തത് എന്നാണ് നമുക്ക് പറഞ്ഞു തരാൻ എത്ര പറ്റും അല്ലേ? പറഞ്ഞു തരുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും ഒക്കെ ഒരു പരിമിതികളുണ്ട്. നമ്മൾ സ്വയം ബോധവൽക്കരിക്കപ്പെട്ടേ പറ്റൂ. ഞാൻ ജീവിക്കണം, എൻ്റെ കുടുംബത്തെ ഞാൻ വേണം, ഞാൻ രാവിലെ പുറപ്പെട്ടാൽ വൈകിട്ട് തിരിച്ച് വീട്ടെത്തണം, സുരക്ഷിതമായി വീട്ടെത്തണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ എന്തുണ്ടാവുമോ അന്ന് മാത്രമേ റോഡപകടങ്ങൾ കുറയാൻ പറ്റൂ.
AMVI കെ മനീഷ് സംസാരിച്ചു. ജില്ലയിലെ നിരവധി ബസ് ജീവനക്കാർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രംഗകലയിൽ നർമ്മമർമ്മത്തിന് ഏറെ പ്രാധാന്യമുള്ള ചാക്യാർകൂത്ത് അവതരണം വിദ്യാർത്ഥികൾക്ക് അപൂർവ അവസരമൊരുക്കി. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ചാക്യാർകൂത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും ചാക്യാർകൂത്ത് അവതരണവും നടത്തിയത്. എതിരാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത് സൂര്യവംശാലങ്കാരഭൂതനായി സീതാവല്ലഭനായി ഭക്തവത്സവനായിരിക്കുന്ന ഭഗവാൻ രാമായണത്തിലെ അംഗദൂത് എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെമിനാറും അഭിനയ വാക്ചാതുരിയോടെ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അവതരണവും നടന്നത്. കലാസ്വാദനത്തിന് സദസ്സിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചാക്യാർകൂത്ത് അവതരണത്തിൽ കണക്കിന് പരിഹസിച്ചത് വിദ്യാർത്ഥികൾക്ക് ആദ്യാനുഭവമായി. ഞാനും കൂടെ വരുന്നെന്ന് പറയുമ്പോൾ അയാളാ നീ എന്നെ ഇങ്ങോട്ട് എൻ്റെ കൂടെ കെട്ടിയെടുക്കട്ടോ, എന്നാ ഞാൻ എങ്ങോട്ടും പോകില്ല, നീ വരുന്നൊക്കെ ഞാൻ എങ്ങോട്ടും പോകില്ല. ഇതാണ് ഈ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആദ്യത്തെ ദിവസം ഇല്ലാണ്ട് പോയില്ല, പിന്നെ ഉണ്ടെങ്കിൽ പോയില്ല എന്നുള്ളതാണ്. അതാണ് പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസം ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കും, പിന്നെ കുറച്ച് കാലം ഭർത്താവ് പറയണത് ഭാര്യ കേൾക്കും, പിന്നെ കുറെ കാലം കൂടി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് അതുവഴി പോണ ആളുകൾക്കൊക്കെ കേൾക്കാം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണു പ്രതാപാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത്. ഈ അതുവഴി പോകേണ്ടത് അങ്ങോട്ട് കയറി ഇവിടെ കയറി ഞാൻ കൊണ്ടുപോവാം. ആ പുഷ്പവിമാനത്തിൽ കയറ്റി, സീതയെ പുഷ്പവിമാനത്തിൽ കയറ്റി രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ നീ കരയണ്ട, നിന്റെ ഭർത്താവ് വന്ന് ചോദിക്കട്ടെ, അപ്പം കൊടുക്കാം കേട്ടോ, നിന്റെ ഭർത്താവ് വന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ സീതയെ പുഷ്പവിമാനത്തിൽ കയറ്റി ലങ്കയിൽ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ ലങ്കയിൽ കൊണ്ടുവന്നിരുത്തിയപ്പോഴാണ് രാമൻ ഇത് കേട്ട് അതെ എന്റെ നേപഥ്യ ജിനേഷ് മിഴാവിൽ താളമിട്ടു. ഇൻഡാക്, ഫോക്ലാൻഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംവേദനപരമായ സെമിനാറും ചാക്യാർകൂത്ത് പ്രദർശനവും നടത്തിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സെക്രട്ടറി അനീഷ് വെങ്ങാട്ട് വിഷയാവതരണം നടത്തി. വിദ്യാരംഗം സ്കൂൾ കൺവീനർ M മനു, SRG കൺവീനർ K പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി V ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, VK ശശികല, K ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള കാർഷിക സർവകലാശാല മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചക്കയുടെ ഉൽപാദന സംസ്കരണ സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികവും പോഷകപരവുമായ പ്രാധാന്യമുള്ള ചക്കയുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ കേരള കാർഷിക സർവകലാശാല മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചക്കയുടെ ഉൽപാദന സംസ്കരണ സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗ്രാമീണ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പ്രാദേശിക വിളകളുടെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. നമുക്കൊരു ജാക്ക്ഫ്രൂട്ട് ഫെസ്റ്റ് സാധ്യമാണെങ്കിൽ പല സ്പോൺസർമാരെയും കണ്ടെത്തി നമുക്കിവിടെ സംഘടിപ്പിക്കുന്ന കാര്യം കൂടി ഇന്നത്തെ ഈ പരിശീലന കളരിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല തിരക്ക് പിടിച്ച നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതുകൊണ്ട് അത്യാവശ്യമായി ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് സമർപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനൊരൽപ്പം മുമ്പ് മടങ്ങുന്നു. ഡോക്ടർ B രമേശ അധ്യക്ഷത വഹിച്ചു. പദ്രെ ചക്ക കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിളവെടുപ്പ് രീതികളെക്കുറിച്ചും നൂതനമായ മൂല്യവർദ്ധിത സംസ്കരണ രീതികളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചുകൊണ്ട് ക്ലാസ് എടുത്തു. ചക്കപ്പൊടി, ചിപ്സ്, മറ്റ് സംരക്ഷിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള വിവിധ മൂല്യവർദ്ധിത സംസ്കരണ രീതികളും ക്ലാസ്സിൽ ചർച്ചയായി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. CPM ഉദുമ ഏരിയ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ കേസ് നടത്തിപ്പിന് ഫണ്ട് പിരിക്കുന്നുണ്ടെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദുമയിൽ പറഞ്ഞു. ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ ഏത് പാർട്ടിക്ക് എത്ര തുക ഫണ്ട് കൊടുത്താലും അതൊന്നും നാട്ടുകാരറിയേണ്ട ആവശ്യമില്ല. ഇതായിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ സത്ത. അതിനെ CPIM ചോദ്യം ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ
ഇതൊക്കെ സുതാര്യമായിട്ട് തുറന്ന പുസ്തകം പോലെ നടത്തേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ആരും അറിയാത്ത നിലക്ക് ഫണ്ട് പിരിക്കാൻ അനുവാദം കൊടുക്കുന്നത്? അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നത്. നിയമത്തെ ചോദ്യം ചെയ്തല്ലോ ചില സംഘടനകളും അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് CPM-ഉമാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി അനുവദിച്ചല്ലോ. എന്താ കോടതി പറഞ്ഞത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര ഫണ്ട് കോർപ്പറേറ്റുകൾ കൊടുത്തു എന്ന കാര്യം നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് ഇത്രാം തീയതി ഓരോ പാർട്ടിക്കും കൊടുത്തിട്ടുള്ള ഫണ്ട് സംബന്ധിച്ചുള്ള കണക്ക് പരസ്യപ്പെടുത്തണം. കള്ളക്കേസ് വന്നാൽ അത് നേരിടുന്നതിന് നിയമപരമായും പാർട്ടിപരമായും CPM-നെ സജ്ജമാക്കാനാണിതെന്നും ഇത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV കുഞ്ഞിരാമൻ, VV രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, K സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ. മടിയൻകൂലം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിന്റെ പാട്ടുത്സവത്തിന് സമാപനമായി. പേരട്ടൂർ കൂലം, മുളവിന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ച് യാത്രയായതോടെയാണ് പാട്ടുത്സവത്തിന് സമാപനമായത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലം. അള്ളട സ്വരൂപം മുക്കാദം നാട്ടിന്റെ ആസ്ഥാനമാണ് മടിയൻകൂലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഈ ക്ഷേത്രം ജാതിമത ഭേദങ്ങൾ മറന്ന് കൂട്ടായ്മയുടെ ഇതിഹാസം രചിച്ച ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ്. ചമ്രവട്ടവും എന്റെ വൻപനും കൂടെ കണ്ട് കയ്യെടുത്തില്ലല്ലോ. ഇടവമാസത്തിലെ കലശവും ധനുമാസത്തിലെ പാട്ടുത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. ഈ വർഷത്തെ പാട്ടുത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. സമാപന ദിവസം നടന്ന ഉച്ചപൂജയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ഭക്തരാണ്. തുടർന്ന് പെരട്ടൂർ കൂലവും മുളവിന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചു യാത്രയായി. ആശ്രിതയുടെ കാലത്ത് ഭക്തമാനസങ്ങൾക്ക് പ്രതീക്ഷയുടെ നവോന്മേഷം പകർന്നുകൊണ്ടാണ് പാട്ടുത്സവത്തിലേക്കുള്ള തെയ്യങ്ങൾ ഓരോ ദേശത്തു നിന്നും ക്ഷേത്രത്തിലെത്തി യാത്ര തിരിച്ചത്. വരും വർഷം തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ബാങ്കിന്റെ ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. പുതിയകോട്ട ബ്രാഞ്ചിന് താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ V നിർവഹിച്ചു. ഹോസ്ദുർഗ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം പുതിയകോട്ട മുഖ്യ ബ്രാഞ്ചിന് താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് ആരംഭിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ V ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ദീർഘകാലം ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ ഓർമ്മയ്ക്കായി നാടിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സ്വാഗതവും പറയുമ്പോഴും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പുതിയോട്ട പോലുള്ള ഒരു സ്ഥലത്തിനകത്ത് കുടിവെള്ളം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും ആളുകൾ പല കുപ്പിവെള്ളത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ ഒരു പരിധിവരെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ബാങ്ക് ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ബാങ്കിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് ഏറെ ശ്ലാഘിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ ഭരണസമിതിയെയും ജീവനക്കാരെയും അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ P മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട സ്വാഗതവും ബാങ്ക് സെക്രട്ടറി നസീമ KP നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാരായ NK രത്നാകരൻ, VV സുധാകരൻ, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ കരീം, സരോജ P, ഹസീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, ചീഫ് അക്കൌണ്ടന്റ് അനിത K, ഇന്റേണൽ ഓഡിറ്റർ ഗീത VV, KCEF സംസ്ഥാന കൌൺസിൽ അംഗം വിനോദ് കുമാർ P, താലൂക്ക് പ്രസിഡന്റ് ജിതേഷ് OV എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC സംസ്ഥാന സമരപ്രചാരണ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. KSRTCയിലെ പ്രശ്നങ്ങൾക്ക് കാരണം താക്കോൽ സ്ഥാനത്തിരിക്കുന്നവരെന്ന് TP രാമകൃഷ്ണൻ.
കാസർഗോഡ് നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ബഹളവും ഉന്തും തള്ളും. മുൻവർഷത്തെ പദ്ധതികൾ പോലും സമയബന്ധിതമായി നടപ്പാക്കാത്തതിലായിരുന്നു പ്രതിഷേധം. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. രണ്ടാം ഘട്ട സമര പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി 20-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. KSTU സംസ്ഥാന സമ്മേളനം 19 മുതൽ 3 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കാസർഗോഡ് തെക്കിലെ ടാറ്റ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന് ഭരണാനുമതി. ടെൻഡർ നടപടികൾ പൂർത്തിയായാലുടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള ഉടമയുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു. മത്സ്യവുമായി എത്തിയ മിനി ലോറി തിരിച്ചയച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.